ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള നൂൽപ്പാലത്തിലൂടെ ഒരു മനുഷ്യൻ കടന്നുപോകുന്ന ആ നിർണായക നിമിഷങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് റോഡരികിൽ തകർന്നു വീഴുന്ന ഒരു ശരീരത്തിന് മുന്നിൽ കാലം നിശ്ചലമായി നിൽക്കുന്ന ആ 60 മിനിറ്റുകളെയാണ് വൈദ്യശാസ്ത്രം ഗോൾഡൻ അവർ അഥവാ സുവർണ മണിക്കൂർ എന്ന് വിളിക്കുന്നത്. ഒരപകടം നടന്നതിന് ശേഷമുള്ള ആദ്യത്തെ 1 മണിക്കൂർ സമയത്തിനുള്ളിൽ കൃത്യമായ ചികിത്സ നൽകാൻ സാധിച്ചാൽ ആ വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാനുള്ള സാധ്യത അനേകം മടങ്ങാണ് വർദ്ധിക്കുന്നത്. റോഡ് അപകടങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ഒരു വേറിട്ട മാതൃകയായി മാറുന്നത് ഈ ഗോൾഡൻ അവറിനെ എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കുന്നു എന്നതിലാണ്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൻ്റെ ഈ നേട്ടം കേവലം യാദൃശ്ചികമല്ലെന്ന് നമുക്ക് ബോധ്യപ്പെടും. റോഡ് അപകടങ്ങളിലെ മരണനിരക്ക് അഥവാ സെവറിറ്റി റേറ്റ് ഏറ്റവും കുറവുള്ള സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു എന്നത് വലിയൊരു നേട്ടമാണ്. 2023 കണക്കുകൾ പ്രകാരം കേരളത്തിൽ 48,091 അപകടങ്ങൾ നടന്നപ്പോൾ മരിച്ചത് 4,080 ആളുകൾ മാത്രമാണ്. അതായത് ഓരോ 100 അപകടങ്ങൾ നടക്കുമ്പോഴും മരണപ്പെടുന്നത് ശരാശരി 8 മുതൽ 9 വ്യക്തികൾ മാത്രമാണ്. ദേശീയ ശരാശരി 100 അപകടങ്ങൾക്ക് 36 മരണം എന്ന നിലയിലാണെന്നിരിക്കെ കേരളം കൈവരിച്ച ഈ 78% കുറവ് വലിയൊരു വിപ്ലവമാണ് സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഇത്രയധികം വാഹനങ്ങളും ഇടുങ്ങിയ റോഡുകളുമുള്ള ഒരു ചെറിയ സംസ്ഥാനം അപകട മരണങ്ങളെ ഇത്രത്തോളം പ്രതിരോധിക്കുന്നത് എന്നത് ആഗോളതലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഇവിടെയാണ് ഗോൾഡൻ അവർ എന്ന തത്വത്തിൻ്റെ പ്രായോഗിക വശങ്ങൾ കേരളം കൃത്യമായി നടപ്പിലാക്കുന്നത്. ഗോൾഡൻ അവർ എന്ന സങ്കല്പം കേവലം ഒരു സമയപരിധിയല്ല, മറിച്ച് അതൊരു ജീവന്റെ അതിജീവനത്തിനായുള്ള ശാസ്ത്രീയമായ ഓട്ടമാണ്. ഒരപകടം സംഭവിക്കുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന ആന്തരിക രക്തസ്രാവം, ശ്വാസതടസ്സം, തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ കുറവ് എന്നിവയാണ് പലപ്പോഴും മരണകാരണമാകുന്നത്. അപകടം നടന്ന ഉടനെ തന്നെ രക്തസ്രാവം നിയന്ത്രിക്കാനും കൃത്യമായ ശ്വാസോച്ഛ്വാസം ഉറപ്പാക്കാനും സാധിച്ചാൽ പകുതി ജീവൻ അവിടെ തന്നെ സുരക്ഷിതമാകുന്നു. അതായത് നിങ്ങൾ ഒരു വാഹനാപകടം സംഭവിച്ച ഏരിയയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രോഗികളെ അലക്ഷ്യമായിട്ട് വലിച്ചെടുക്കാതിരിക്കുക. അവരുടെ നട്ടെല്ല് കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നീടുള്ളതാണ് നമ്മൾ വായിലൂടെ അവർക്ക് ഒന്നും കൊടുക്കാതിരിക്കുക എന്നുള്ളത്. ഇപ്പം നമ്മൾ വെള്ളം കൊടുത്താൽ പോലും ചിലപ്പോൾ അത് ശ്വാസനാളത്തിൽ പോയി തടസ്സമുണ്ടായി പേഷ്യൻസിന് ബുദ്ധിമുട്ടുണ്ടാക്കാനേ അത് ആക്ച്വലി ഉപകരിക്കത്തുള്ളൂ. അപ്പം ഇതെല്ലാം കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് വായിലൂടെ നമ്മൾ ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും കുടിക്കാൻ കൊടുക്കരുത്. കേരളത്തിൽ ഈ 1 മണിക്കൂറിനുള്ളിൽ അപകട സ്ഥലത്ത് നിന്ന് രോഗിയെ അത്യാധുനിക സജ്ജീകരണങ്ങളോടെ ട്രോമ കെയർ സെന്ററുകളിൽ എത്തിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനായി സർക്കാർ വിഭാവനം ചെയ്ത കനിവ് 108 ആംബുലൻസ് സർവീസുകൾ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ നൽകുന്ന സേവനം എടുത്തു പറയേണ്ടതാണ്. ഒരു കോൾ വന്നാൽ നിശ്ചിത സമയത്തിനുള്ളിൽ സംഭവ സ്ഥലത്തെത്തുകയും പ്രാഥമിക ശുശ്രൂഷകൾ നൽകി ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുന്ന ഈ സംവിധാനം കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ ഒരു കരുത്തായി നിലകൊള്ളുന്നു. ഇപ്പൊ ഗോൾഡൻ അവറിൽ നമുക്ക് കൊടുക്കാവുന്ന മാനേജ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അടുത്തുള്ള ഒരു ട്രോമ ടീം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽസിലോട്ട് പേഷ്യൻസിനെ എപ്പോഴും നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ട്രോമ ടീം എന്ന് പറയുന്നത് ഒരു എമർജൻസി ഫിസിഷ്യൻ, ജനറൽ സർജൻ, ഓർത്തോപെഡിഷ്യൻ, ന്യൂറോ സർജറി, CT ഫെസിലിറ്റികളുള്ള ഒരു ഹോസ്പിറ്റലാണ് ഞാൻ ഈ ട്രോമ ടീം അല്ലെങ്കിൽ ട്രോമ സെന്റർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കൊരു ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ ആ പ്രദേശത്തോട്ട് പോയി ഞാൻ പറഞ്ഞതുപോലെ തന്നെ അലക്ഷ്യമായി വലിച്ചിഴക്കാതെ നട്ടെല്ല് കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരു ടെർഷ്യറി കെയർ ഹോസ്പിറ്റലിലോട്ട് അല്ലെങ്കിൽ ഒരു ട്രോമ സെന്റർ ഉള്ള ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അത് എപ്പോഴാണ് എന്നുള്ളതാണ് നമ്മൾ ഗോൾഡൻ അവറിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. അതായത് ഒരു ട്രോമ സംഭവിച്ച് ഏകദേശം 1 മണിക്കൂറിനകത്ത്, അതാണ് നമ്മൾ ട്രോമ അല്ലെങ്കിൽ വാഹനാപകടങ്ങളിൽ നമ്മൾ ഗോൾഡൻ അവർ എന്നുള്ള കൺസെപ്റ്റ് പറയുന്നത്. ഇനി നമുക്കറിയാം കേരളത്തിലെല്ലാം ഇപ്പോൾ സുസജ്ജമായ ആംബുലൻസ് സൗകര്യങ്ങൾ ലഭ്യമാണ്. അപ്പം നമുക്ക് പല ഹോസ്പിറ്റൽസിൻ്റെ ആംബുലൻസ് നമ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാകും, അല്ലെങ്കിൽ 108 എല്ലാം നമുക്ക് ഉപകരിക്കാവുന്നതാണ്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാലും നമ്മൾ ഈ പ്രീ ഹോസ്പിറ്റൽ കെയറിൽ കുറച്ച് പ്രാവീണ്യം നേടിയിട്ടുള്ള EMTs അല്ലെങ്കിൽ എമർജൻസി മെഡിസിൻ ടെക്നീഷ്യൻസ്, നേഴ്സസ്, ഡോക്ടേഴ്സ് ഇവരെല്ലാം നമ്മുടെ ആ സ്പോട്ടിൽ തന്നെ വന്ന് ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഒരു വിദഗ്ധ ചികിത്സ എത്തിക്കുന്ന ഒരു സെന്ററിലോട്ട് കൊടുക്കാവുന്നതാണ്. കേരളത്തിൻ്റെ ഈ നേട്ടത്തിന് പിന്നിലെ മറ്റൊരു സുപ്രധാന ഘടകം മലയാളിയുടെ പൊതുബോധവും സാമൂഹിക ഉത്തരവാദിത്വവുമാണ്. സാധാരണയായി അപകടങ്ങൾ നടക്കുമ്പോൾ നിയമക്കുരുക്കുകളെ ഭയന്ന് ആളുകൾ മാറി നിൽക്കുന്ന പ്രവണത രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ അപകട സ്ഥലത്തേക്ക് ഓടിയെത്തുന്ന നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും പോലീസിൻ്റെ വരവിനായി കാത്തു നിൽക്കാതെ തന്നെ പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിക്കാൻ മുൻകൈ എടുക്കുന്നു. ഇതിന് കരുത്തു പകരുന്നതിനായി വന്ന ഗുഡ് സമരിറ്റൻ നിയമം ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾക്ക് നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കുന്നു.
അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നവരെ പോലീസ് ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കില്ലെന്നും അവർക്ക് കോടതികളിൽ പോകേണ്ടി വരില്ലെന്നുമുള്ള ബോധ്യം പൊതുജനങ്ങളിൽ വന്നതോടെ ഗോൾഡൻ അവർ പാഴാകാതെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്നു. വഴിയെ പോകുന്ന അപരിചിതൻ പോലും ഒരു ജീവന്റെ രക്ഷകനായി മാറുന്ന ഈ സംസ്കാരം കേരളത്തിൻ്റെ മാത്രം സവിശേഷതയാണ്. വൈദ്യശാസ്ത്രപരമായി അടിസ്ഥാന സൗകര്യങ്ങളുടെ വികേന്ദ്രീകരണങ്ങളാണ് കേരളത്തെ ഈ നേട്ടത്തിലേക്ക് നയിച്ച മറ്റൊരു ഘടകം. കേരളത്തിലെ ഏത് ഉൾനാടൻ ഗ്രാമം എടുത്താലും 10-15 കിലോമീറ്റർ ചുറ്റളവിൽ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയോ ട്രോമ കെയർ സെൻ്ററോ ലഭ്യമാണ്. മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ആശുപത്രികൾ എന്നിവയുടെ ശാക്തീകരണത്തോടൊപ്പം സ്വകാര്യ ആശുപത്രികളുടെ വലിയൊരു ശൃംഖലയും കേരളത്തിലുണ്ട്. ഒരപകടം നടന്നാൽ വിദഗ്ധ ചികിത്സയ്ക്കായി ദീർഘദൂരം സഞ്ചരിക്കേണ്ടി വരുന്നില്ല എന്നത് മരണനിരക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഗുരുതരമായ പരിക്കുകൾ പറ്റിയവരെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ന്യൂറോ സർജന്മാരുടെയും അനസ്തീഷ്യ വിദഗ്ധരുടെയും ലഭ്യത സർക്കാർ, സ്വകാര്യ മേഖലകളിൽ ഒരുപോലെ ഉറപ്പാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ട്രോമ കെയർ പ്രോട്ടോക്കോളുകൾ കൃത്യമായി പാലിക്കുന്നതിലൂടെ ആശുപത്രിയിൽ എത്തിച്ചാലുടൻ തന്നെ രോഗിക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ സിസ്റ്റത്തിന് സാധിക്കുന്നുണ്ട്. ഗോൾഡൻ അവറിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളൊരു ഉദാഹരണം പരിഗണിക്കുന്നത് നന്നായിരിക്കും. ഒരാൾക്ക് ഗുരുതരമായ തലയ്ക്ക് പരിക്കേറ്റു എന്ന് കരുതുക. തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം നിലച്ചാൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മസ്തിഷ്ക മരണം സംഭവിക്കാം. എന്നാൽ അപകടം നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഓക്സിജൻ എത്തിക്കാനും രക്തസ്രാവം തടയാനും സാധിച്ചാൽ ആ വ്യക്തിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. കേരളം ഈ പ്രക്രിയയെ ഒരു ചങ്ങല പോലെയാണ് കോർത്തിണക്കിയിരിക്കുന്നത്. അപകടം കാണുന്ന ആൾ ഉടൻ തന്നെ ആംബുലൻസിനെ വിവരമറിയിക്കുന്നു. ആംബുലൻസ് ഡ്രൈവറും പാരാമെഡിക്കൽ ജീവനക്കാരും ചേർന്ന് രോഗിയെ സുരക്ഷിതമായി ആംബുലൻസിലേക്ക് മാറ്റുന്നു. യാത്രക്കിടയിൽ തന്നെ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് വിവരങ്ങൾ കൈമാറുന്നു. രോഗി ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ഓപ്പറേഷൻ തിയേറ്റർ സജ്ജമായിരിക്കും. ഈ സുഗമമായ ഏകോപനമാണ് കേരളത്തിലെ മരണനിരക്ക് 8.5 ചുരുക്കിയത്. ട്രോമയിൽ പൊതുവെ ഉണ്ടാവുന്ന മരണത്തിനുണ്ടാവുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ഒരു ഹെഡ് ഇഞ്ചുറി ആയിരിക്കാം, അല്ലെങ്കിൽ നട്ടലിനേൽക്കുന്ന ക്ഷതങ്ങൾ കാരണമായിരിക്കാം, അല്ലെങ്കിൽ ശ്വാസനാളത്തിലുള്ള തടസ്സങ്ങളായിരിക്കാം, അല്ലെങ്കിൽ രക്തസ്രാവം അല്ലെങ്കിൽ ആന്തരിക രക്തസ്രാവം ആയിരിക്കും. ഇപ്പം നമുക്ക് എക്സ്റ്റേണൽ ബ്ലീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് സ്പോട്ടിൽ തന്നെ നമുക്ക് ആക്ച്വലി കംപ്രസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് ഒരു ഇതുപോലെയുള്ള ഒരു ട്രോമ ടീം ഉള്ള ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ആ പ്രോപ്പർ മാനേജ്മെന്റ് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ആന്തരിക രക്തസ്രാവം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നതാണ് ആ പേഷ്യൻസിന് പെട്ടെന്ന് തന്നെ ബ്ലഡ് കമ്പണൻസ് അല്ലെങ്കിൽ ബ്ലഡ് കൊടുക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ സർജറിയിലോട്ട് മൂവ് ചെയ്യുന്നതാണ് ഈ പേഷ്യൻസിനെ. എങ്കിലും നാം പൂർണ്ണമായും തൃപ്തരാകാൻ സമയമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപകടങ്ങളുടെ എണ്ണം ഇപ്പോഴും കേരളത്തിൽ കൂടുതലായി തുടരുന്നു. 48,000-ലധികം അപകടങ്ങൾ ഒരു വർഷം നടക്കുന്നു എന്നത് ഗൗരവകരമായ കാര്യമാണ്. അപകടങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിലും അപകടങ്ങൾ ഇല്ലാതാക്കാനുള്ള പരിശ്രമങ്ങൾ തുടരേണ്ടതുണ്ട്. റോഡ് സുരക്ഷാ നിയമങ്ങൾ പാലിക്കുന്നതിലും മദ്യപിച്ചുള്ള വണ്ടിയോടിക്കൽ, അമിത വേഗത എന്നിവ നിയന്ത്രിക്കുന്നതിലും ഇനിയും കടുത്ത നടപടികൾ ആവശ്യമാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സ്ഥാപിച്ചിട്ടുള്ള AI ക്യാമറകൾ ഒരു പരിധിവരെ ഡ്രൈവർമാരുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ സഹായിക്കുന്നുണ്ട്. ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ധരിക്കുന്നതിലൂടെ അപകടത്തിൻ്റെ ആഘാതം കുറയ്ക്കാനും ഗോൾഡൻ അവറിലെ രക്ഷാപ്രവർത്തനം എളുപ്പമാക്കാനും സാധിക്കുന്നു. ചുരുക്കത്തിൽ ഗോൾഡൻ അവർ എന്ന തത്വത്തെ ജീവിത യാഥാർത്ഥ്യമാക്കി മാറ്റിയതിലാണ് കേരളത്തിൻ്റെ വിജയം. ആരോഗ്യ സംവിധാനങ്ങളുടെ മികവും പൊതുജനങ്ങളുടെ സഹാനുഭൂതിയും നിയമപരമായ പിന്തുണയും ഒത്തുചേർന്നപ്പോൾ നമ്മൾ ഇന്ത്യക്ക് തന്നെ ഒരു മാതൃകയായി മാറുകയായിരുന്നു. ജീവൻ വിലപ്പെട്ടതാണെന്നും അത് രക്ഷിക്കാൻ ഓരോ നിമിഷവും പ്രധാനമാണെന്നുമുള്ള തിരിച്ചറിവ് നമ്മെ ലോകത്തിലെ തന്നെ മികച്ച റോഡ് സുരക്ഷാ സംസ്കാരത്തിലേക്ക് നയിക്കട്ടെ. റോഡപകടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ സാധ്യമല്ലെങ്കിലും ഒരു ജീവൻ പോലും നഷ്ടപ്പെടാത്ത ഒരു കേരളത്തെ സ്വപ്നം കാണാൻ ഈ കണക്കുകൾ നമുക്ക് പ്രചോദനമേകുന്നു. ഓരോ പൗരനും ഒരു രക്ഷകനായി മാറാൻ തയ്യാറാകുമ്പോൾ ഗോൾഡൻ അവർ ഇനിയും ആയിരക്കണക്കിന് ജീവനുകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരും എന്നതിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.